യേശു പരീക്ഷിക്കപ്പെട്ടു. ഒരിക്കലല്ല, 3 തവണ. 3 തവണ പല രീതിയിൽ പിശാച് അവനെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഈ 3 പ്രാവശ്യവും ഉണ്ടായ കോമൺ ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ, 3 അവൻ്റെ പിതൃത്വത്തെ ചൊല്ലിയുള്ള ചോദ്യം ചെയ്യലാണ്. അവൻ ദൈവപുത്രനല്ല എന്ന് തെളിയിക്കാനായിട്ടാണ്. കുറച്ചും കൂടി നന്നായിട്ട് പറയുകയാണെങ്കിൽ അപ്പനെ ചോദ്യം ചെയ്തതാണ്. നിൻ്റെ അപ്പൻ ആരാന്നൊരു ചോദ്യമാണ്. അതാണ് നമ്മൾ ആദ്യമേ കാണുന്നത്. യേശു ഉപവസിച്ചിട്ട് മരുഭൂമി നിൽക്കുമ്പോൾ, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനെ അപ്പമാക്കുക എന്ന് പിശാച് പറയും. നീ കല്ലിനെ അപ്പമാക്കുക എന്നുള്ളതല്ല ചോദ്യം ഇവിടുത്തെ. കല്ലിനെ അപ്പമാക്കാനൊക്കെ വലിയ കാര്യമല്ലെന്നൊക്കെ അറിയാം, അത് ചെയ്യാനും പറ്റും. പക്ഷെ ചോദ്യം, നീ ദൈവപുത്രനാണെങ്കിൽ, നീ ആ സ്വർഗത്തിലെ അപ്പൻ്റെ മകനാണെങ്കിൽ നീ ഇത് ചെയ്ത് കാണിക്കുക, വെല്ലുവിളിച്ചതാണ്. പക്ഷേ ക്രിസ്തു അത് ചെയ്തില്ല. രണ്ടാമതും അത് തന്നെയാണ് നമ്മൾ കണ്ടത്. വിശുദ്ധ നഗരത്തിൻ്റെ ഏറ്റവും മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് പിശാച് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിർത്തി ചാട്, നിന്നെ ദൂതന്മാർ താങ്ങിക്കൊള്ളും. ഈ ദൈവപുത്രനാണെങ്കിൽ നീ ഇവിടെ നിർത്തി ചാട്. അതാണ് നീ ചാടുക എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ദൈവപുത്രനാണെങ്കിൽ നീ ചാടണം, നിൻ്റെ അപ്പൻ്റെ മകനാണ് നീ തെളിയിക്കുക. 2 പ്രാവശ്യം യേശു ചെയ്തില്ല. വളരെ ക്ലവറായിരുന്നു യേശു. 3ാമത്തെ പ്രലോഭനം പിശാച് അതിലും വളരെ ക്ലവറായിട്ട് ചെയ്ത് നോക്കി. ഉയർന്ന ഒരു മലയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഈ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളെയും കാണിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. നീ എന്നെ സാഷ്ടാംഗം പ്രണമിച്ചാൽ നിനക്ക് ഞാൻ തരാം. അപ്പൻ തൻ്റെ സ്വത്തും തൻ്റെ സമ്പാദ്യമൊക്കെ ആർക്കാണ് കൊടുക്കുന്നത്? മകന് അല്ലേ? സ്വാഭാവികമായി അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. പിശാച് ഇവിടെ ക്ലെയിം ചെയ്ത് എന്താണെന്ന് മനസ്സിലായോ? മകൻ ഞാനാണ്, ഇതെല്ലാം നൽകപ്പെട്ട എനിക്കാണ്. നീ എന്നെ സാഷ്ടാംഗം പ്രണമിച്ചാൽ നിനക്ക് ഞാനിത് തരാം എന്ന് വെച്ചാൽ മകൻ ഞാനാണ്. ആദ്യത്തെ 2 ചോദ്യവും ദൈവപുത്രൻ ആണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ചോദിച്ചത്, ഞാനാണ് ദൈവപുത്രൻ, ഇതെല്ലാം എനിക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഇനി നീ എന്നെ സാഷ്ടാംഗം പ്രണമിച്ചാൽ ഇത് നിനക്ക് ഞാൻ തരാം, താരമായിട്ട് തരാം, വെറുതെ തരാം. ഇതായിരുന്നു പിശാചിൻ്റെ കൗണ്ടർ. അത് യേശുവിന് സഹിച്ചില്ല. സ്വന്തം അപ്പൻ, ആ അപ്പൻ്റെ വികാരത്തിലും സ്നേഹത്തിലും നിൽക്കുന്ന ഒരു മകൻ്റെ മുഖത്ത് നോക്കി, എൻ്റെ അപ്പനാണെന്ന് വേറൊരാൾ പറഞ്ഞാൽ എങ്ങനെ സഹിക്കും? അവിടെയാണ് ക്രിസ്തു പറഞ്ഞത്, സാത്താനെ ദൂരെ പോ, ഇനി നിനക്കിടമില്ല. നിൻ്റെ വാക്കുകളൊക്കെ കേൾക്കുന്നത് ഒരു പരിധിയുണ്ട്, എൻ്റെ അപ്പനെ നീ ചോദ്യം ചെയ്യരുത്. എത്ര മനോഹരമായിട്ടാണ് സുവിശേഷം ആരംഭിക്കുമ്പോൾ ഒരപ്പനും മകനും നമ്മൾ റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആകുന്നത്. ഇനി യേശു അത് തെളിയിച്ചു. എപ്പോഴെന്നറിയോ? കാൽവരി മലമുകളിൽ ഈ ലോകത്തിന് അവൻ തെളിയിച്ച് കാട്ടിക്കൊടുത്തു ദൈവത്തിൻ്റെ പുത്രനാണ്. കല്ലിനെ അപ്പമാക്കിക്കൊണ്ടല്ല, ഒരു നഗരത്തിന് മുമ്പിൽ നിന്ന് ചാടിയിട്ടല്ല, സാഷ്ടാംഗം പ്രണമിച്ചിട്ടുമല്ല, കുരിശിൽ അവസാനത്തുള്ള രക്തവും ചിന്തി നിലവിളിച്ച് ഈ ഭൂമിയോട് വിട പറയുമ്പോൾ അവിടുന്ന് ശതാധിപൻ പറഞ്ഞു, ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. എനിക്ക് തോന്നുന്നു യേശു പ്രൂവ് ചെയ്യാൻ ആഗ്രഹിച്ചത് ആരുടെത്തായിരുന്നു? ഈ ഭൂമിയിലെ മനുഷ്യരോടാണ്. അവൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കേണ്ടത് ഒരു പിശാചിന് മുമ്പിലല്ല, മനുഷ്യരുടെ മുമ്പിലാണ്. അവനെ കൊന്നവർ തന്നെ അവനെ നോക്കി പറഞ്ഞു, ഇവൻ ദൈവപുത്രനാണ്. കാരണം ഹീസ് ഡിഫറെൻറ്റ്, മറ്റുള്ളവരിൽ വ്യത്യസ്തനാണ് അവൻ. അവൻ്റെ വാക്കിലും പ്രവൃത്തിയിലും മരണം പോലും എത്ര ശാന്തതയോടെ കൊന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് അവൻ കടന്നുപോയത്. എനിക്ക് തോന്നുന്നു ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ മകനാണെന്നും മകളാണെന്നും നമ്മൾ തെളിയിക്കണം. ജ്ഞാനസ്ഥാനത്തിൽ അതാണല്ലോ സംഭവിക്കുന്നത്. ജ്ഞാനസ്ഥാന വേളയിൽ പുരോഹിതൻ പറയും, നീ ദൈവത്തിൻ്റെ മകനെന്ന് വിളിക്കപ്പെടും, മകളെന്ന് വിളിക്കപ്പെടും. മരണത്തിൻ്റെ അവസാന നിമിഷത്തിൽ പുരോഹിതൻ മൃതശരീരത്തിൻ്റെ ആ കർമ്മം ചെയ്യുമ്പോൾ പറയുന്ന വാക്കിതായിരുന്നല്ലോ, ജ്ഞാനസ്ഥാനത്തിൽ നിന്നെ അണിയിച്ച വെള്ള വസ്ത്രം നീ ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ബാഹ്യ അടയാളമായിരുന്നു. ഇങ്ങനെ ആരംഭിക്കുന്ന ഈ പ്രാർത്ഥന ജ്ഞാനസ്ഥാനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അതേ കണക്ക് കത്തിച്ചെത്തിരി നൽകുമ്പോഴും പറയുന്നത് തന്നെയാണ്, ഒരായുസ് മുഴുവനും നീ കാത്തുസൂക്ഷിച്ച ഈ ദീപം ഒരിക്കലും പൊലിയാതെ കാത്തുസൂക്ഷിക്കാൻ നിനക്ക് സാധിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ജ്ഞാനസ്ഥാനത്തിൽ സ്വീകരിച്ച വിശ്വാസത്തിലൂടെ നമ്മൾ തെളിയിക്കേണ്ടത് ദൈവത്തിൻ്റെ മകളാണെന്നുമാണ്. സാധിക്കുന്നുണ്ടോ? ഈ തപസ്സുകാലത്ത് ഈ ആദ്യ ഞായറാഴ്ച നമ്മൾ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ മകളാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് വിശ്വാസത്തിൽ ജീവിക്കാൻ, കഠിനമായ വിശ്വാസം പ്രഘോഷിക്കാൻ, തിന്മയില്ലാതെ ജീവിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? തെളിയിച്ച് കാണിക്കണം. അതാണ് ഒരു മകൻ്റെയും മകളുടെയും ഉത്തരവാദിത്വം. എൻ്റെ അപ്പൻ സ്വർഗത്തുണ്ടെന്ന് ഉറക്കെ പറയാൻ പറ്റണം. കാണുന്നവർക്ക് തോന്നണം ഇവനൊരു ക്രിസ്ത്യാനിയാണെന്ന്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.